ചില കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മതഭ്രഷ്ട് സംഭവിക്കും, അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തൻ്റെ ഇർശാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ് നമുക്ക് പറയാനുള്ളത്. أن يعزم مكلف مختار على الكفر في زمن قريب أو بعيد. ഒന്നാമത്തെ കാര്യം, ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഒരല്പം സമയം കഴിഞ്ഞ് ഞാൻ കാഫിറാകും എന്ന് ഒരാൾ ഉറപ്പിച്ച് വിശ്വസിക്കുക. അവൻ തീരുമാനമെടുക്കുക, മുക്കല്ലഫായ ഒരാൾ, പ്രായപൂർത്തിയെത്തിയ ഒരാൾ, ഞാൻ അടുത്ത ആഴ്ച കാഫിറാകും, അല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ കാഫിറാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച വരണ്ട, അപ്പം തന്നെ കാഫിറായി. ഔ യതറദ്ദദു ഫീഹി, അല്ലെങ്കിൽ അവനൊരു സംശയം, ഞാൻ ആയാൽ എന്താ ഇപ്പോൾ ഇതായിട്ട് മുസ്ലിമായാലും കാഫിറായാലും കണക്കന്നെ എന്ന്, ഞാൻ അങ്ങോട്ട് പോയാൽ എന്താ എന്നിങ്ങനെ ഒരാൾ ചിന്തിച്ചു, സംശയിച്ചു. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ അവന് മതഭ്രഷ്ട് സംഭവിച്ചു പോയി. ഔ യുഅല്ലിഖുഹു ബിൽലിസാനി അവൽ ഖൽബി അലാ ശൈഇൻ വലൗ മുഹാലൻ അഖ്ലിയൻ, ബുദ്ധിപരമായി ഒരിക്കലും സംഭവിക്കുകയില്ല അങ്ങനത്തെ ഒരു കാര്യത്തോട് ഒരാൾ കുഫറിനെ ബന്ധപ്പെടുത്തി സംസാരിച്ചു. അസംഭവ്യമായ ഒരു കാര്യം, ബുദ്ധിപരമായി അസംഭവ്യമായ ഒരു കാര്യമാണ്, ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല. ഇപ്പം രാത്രിയും പകലും ഒന്നിച്ചുണ്ടാവുക ഉണ്ടാവില്ല. വെള്ളയും കറുപ്പും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് കാണൂല. അതൊക്കെ ബുദ്ധിപരമായ മുഹാലായ കാര്യങ്ങളാണ്. അങ്ങനെ അസംഭവ്യമായ ഒരു കാര്യത്തെ ബന്ധപ്പെടുത്തിയിട്ട് അവൻ സംസാരിച്ചു. അങ്ങനെ ഉണ്ടായാൽ ഞാൻ കാഫിറാവും പറഞ്ഞു. അപ്പോൾ അത് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഫയക്ഫുറു ഹാലൻ, അപ്പോൾ തന്നെ അവൻ കാഫിറായി, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തായി. ഔ യഅ്തഖിദു മാ യൂജിബുഹു ഔ യഫ്അലുഹു, ഔ യഅ്തഖിദ മാ യൂജിബുഹു ഔ യഫ്അലുഹു ഔ യതലഫ്ളു ബിമാ യദുല്ലു അലൈഹി മഅ ഇഅ്തിഖാദിൻ ഔ ഇനാദിൻ ഔ ഇസ്തിഹ്സാഇൻ. നിർബന്ധമായ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യം, അതിനെ ഒരാൾ നിസ്സാരപ്പെടുത്തുക, എന്നാൽ അവന് മതഭ്രഷ്ട് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അത് പരിഹാസത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ശത്രുതയുടെ പേരിലായിരിക്കാം, എന്തോ ആകട്ടെ. ഏതായിരുന്നാലും നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യം, അതിന് നിസ്സാരം. എന്ത് നിസ്കാരം, എന്താ നിസ്കരിക്കാതെ വരും, എന്ത് നിസ്കാരം, നിസ്കരിക്കാതെ ഇപ്പോൾ ഇത്രയും കാലം ജീവിക്കില്ല, എന്നിട്ട് എന്തേ പറ്റും, ഇനിയിപ്പോൾ ഏതായാലും അത്ര കാലമൊന്നും ചെയ്യിക്കുക, ഇനിയിപ്പോൾ തട്ടി മുട്ടിയൊക്കെ അങ്ങ് പോയാൽ മതിയാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്ന കാര്യമാണ്. ഏതുപോലെ ആലം, ഈ ലോകം പണ്ടക്കും പണ്ടേ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടായതാണല്ലോ. അള്ളാഹു മാത്രമാണ് ഖദീം, ലോകത്ത് ബാക്കിയുള്ളതെല്ലാം ഹാദിസാണ്. അള്ളാഹു താല സൃഷ്ടിച്ചതല്ലാത്ത ലോകത്തൊന്നുമേ ഇല്ല, എല്ലാം ഹാദിസാണ്. അള്ളാഹു മാത്രമാണ് ഖദീം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ നിർബന്ധമായ വിശേഷണങ്ങളിൽ മദ്രസ മുതൽ നമ്മൾ പഠിക്കണമല്ല. അള്ളാഹു മൗജൂദും ഖദീമും ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അള്ളാഹു മൗജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉള്ളവനാണ് എന്നാണ്. നമ്മൾ ഉണ്ടായവരാണ്. അള്ളാഹു മൗജൂദൻ, അള്ളാഹു ഉള്ളവനാണ്, നമ്മൾ ഉണ്ടായവരാണ്. അതാണ് വ്യത്യാസം. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വസ്തു പണ്ടക്കും പണ്ടേ ഉണ്ട്, ഇത് അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്ന രൂപത്തിൽ വിശ്വസിക്കുക, അത് അവൻ്റെ വിശ്വാസത്തിന് ഭംഗമേൽക്കുന്ന വിശ്വാസമാണ്. അവർ റൂഹി, അല്ലെങ്കിൽ ആത്മാവ് പണ്ട് പണ്ടേ ഉള്ളതാണ്. ഔ ഹുദൂസ് അസ്വാനിഅ,
അല്ലെങ്കിൽ ഇതെല്ലാം നിർമ്മാണം നടത്തുന്ന അല്ലാഹു തആല അതും അവനും ഉണ്ടായവനാണ്, അങ്ങനെ വിശ്വസിക്കുക. ഔ യൻഫീ മാ ഹുവ സാബിഖുൻ ലില്ലാഹി തആല ബിൽ ഇജ്മാഇ, അല്ലെങ്കിൽ നിസ്തർക്കമായി അംഗീകരിച്ച് പോരുന്ന അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തെ നിഷേധിക്കുക. കൽ ഇൽമി, അള്ളാഹുവിന് വിവരമില്ലെന്ന് പറയാം. വൽ ഖുദ്റത്തി, അള്ളാഹുവിന് കഴിവില്ലെന്ന് പറയുക. അങ്ങനെയുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന വർത്തമാനം നമ്മുടെ വാക്കിൽ വന്നുപോയാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. പലസ്തീനിൽ ഇങ്ങനെ ബോംബ് വീഴുമ്പം എന്താ പഠിച്ചവൻ എന്താ പണി, ഇങ്ങനെ കണ്ടില്ല, കുറേ കുട്ടികൾ മരിക്കുന്നു, ഓനെന്താ അതൊന്നും കഴിവില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ചു പോവുക അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാണ്. ഔ യഅ്തഖിദ വുജൂബ ഗൈരി വാജിബിൻ, അല്ലെങ്കിൽ നിർബന്ധമല്ലാത്ത ഒരു കാര്യം നിർബന്ധമാണ് എന്ന് വിധിക്കുക, വിശ്വസിക്കുക. കസ്വലാത്തി സാദിസത്തിന്, ആറാമത്തെ ഒരു നിസ്കാരമുണ്ട്, 5 വക്ത് നിസ്കാരപ്പെടുള്ളത്, ആറാമത്തെ ഒരു നിസ്കാരം ഉണ്ട്, ജനങ്ങൾ നിസ്കരിക്കുന്നില്ല എന്നങ്ങനെ വിശ്വസിക്കുക. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി വിശ്വസിക്കുക. വസൗമി വൈദ്യ റമദാൻ, റമദാൻ അല്ലാത്ത മാസത്തിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ നോമ്പ് നിർബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുക. അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകും. ഔ യശുക്ക ഫീ തക്ഫീരിൽ യഹൂദി വൻ നസാർ, ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ കാഫിര്യങ്ങളാണോ എന്നതിൽ ഒരാൾക്ക് സംശയം പ്രകടിപ്പിക്കുക. ഇസ്ലാം ഇവിടെ കടന്നു വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുള്ള മതമാണ് ജൂതായിസം. അതും കഴിഞ്ഞിട്ട് പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം കടന്നു വന്നപ്പോൾ അന്ന് അള്ളാഹു അംഗീകരിച്ച മതമായിരുന്നു ക്രിസ്ത്യാനിസം. പക്ഷെ അതിൻ്റെ വാലിഡിറ്റി തീർന്നുപോയി. അവരൊക്കെ ആ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞൊരു വർത്താനം ഉണ്ടായിരുന്നു, മുഹമ്മദ് നബി എപ്പോഴാണ് വരുന്നത് അന്ന് കെട്ടിക്കോണം, പിന്നെ നിങ്ങളുടെ പ്രബോധനം നിന്നു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവർ ഈ കെട്ടൊക്കെ കെട്ടി എടുത്തു വെച്ച് മുഹമ്മദ് നബി അംഗീകരിക്കുന്നതിന് പകരം ചില ആളുകൾ ജൂതായിസത്തിലും ക്രിസ്ത്യാനിസത്തിലും ഉറച്ചു നിന്നു. അത് ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അത് എക്സ്പയറായി. അതിന് പുറമെ ഇവിടുത്തെ മറ്റു മതക്കാരെ പോലെ അവർ ബിംബാരാധന തുടങ്ങി. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ആരാധിച്ചു, കന്യാമറിയമിനെ ആരാധിച്ചു. ജൂതന്മാരും ഇതുപോലെ തന്നെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂല, അല്ലാത്ത ഏറ്റങ്ങളൊക്കെ ആരാധിക്കും. അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അവരും നമ്മളെപ്പോലെ തന്നെയല്ലേ, അവർക്ക് എന്താ പ്രശ്നം, അവരുടെ വിശ്വാസത്തിന് കുഴപ്പമുണ്ടോ എന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ മതഭ്രഷ്ട് സംഭവിച്ചവനായി. കാരണം നമ്മളും അവരും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ലല്ലോ. അള്ളാഹുവിൻ്റെ തൗഹീദിന് വിഘാതമാകുന്ന ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരു വിശ്വാസം ഒരു മനുഷ്യനിൽ ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഫുഖഹാ പറയുന്നുണ്ട്, ഒരാൾ തൂണ് നിസ്കരിക്കുമ്പോൾ മറവാണല്ലോ, ഒരു തൂണ് മുമ്പിലാക്കിയിട്ട് നിസ്കരിക്കുമ്പോൾ ആ തൂണിൻ്റെ നേരെ നിൽക്കരുത്, ഒന്നിരിക്കും ചെരിഞ്ഞിങ്ങോട്ട് നിൽക്കണം, ഇടത്തോട്ട് അല്ലെങ്കിൽ വലത്തോട്ട് മാറി നിൽക്കണം. അതിനെന്താ കാരണം പറഞ്ഞാൽ അത് പുറമെന്നൊരാൾ വരുമ്പോൾ ഓനെ തൂണിനാണ് സുജൂദ് ചെയ്യണമെന്ന് ഇപ്പോൾ ധരിക്കാൻ കാരണമാകും. അതുകൊണ്ട് തൂണിൽ നിന്നൊരൽപ്പം ഒന്ന് വലത്തോട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ടോ ചെരിഞ്ഞ് നിസ്കരിക്കൽ സുന്നത്താണെന്ന് നാം അറിയും വേണം. അത്രത്തോളം തൗഹീദിൻ്റെ കാര്യത്തിൽ കർശനമാണ് ഇസ്ലാം. അല്ലെങ്കിൽ അല്ലാഹു തആല സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുക, ബിംബത്തിന് സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ സൂര്യന് സുജൂദ് ചെയ്യുക, അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. ഊണൂൽവേഷം ധരിച്ചുകൊണ്ട് കനീസകളിലേക്ക് പോവുക, ചർച്ചകളിലേക്ക് പോവുക, ക്രിസ്ത്യാനികളുടെ വേഷം ധരിച്ച് അവരെ പള്ളിയിൽ പോവുക, ജൂതന്മാരെ വേഷം ധരിച്ച് അവരെ പള്ളിയിൽ പോവുക, ഹിന്ദുക്കളുടെ വേഷം ധരിച്ച് അവരുടെ ആരാധനാലയങ്ങൾക്ക് അമ്പലങ്ങളിലേക്ക് പോവുക. കേവലം ഒരു പോക്കല്ല, അവരുടെ വേഷം ധരിച്ചു പോവുക. അത് ആ മതത്തെ വാരിപ്പുണരുന്നതിൻ്റെ ഒരു ഭാഗമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താവും. أو يلقي ورقة فيها شيء من القرآن بالعلم الشرعي بسم الله تعالى
അവിസ്മി നബിയിൻ ഔ മലക്കിൻ ഫി മുസ്തഖ്ദർ, അള്ളാഹുവിൻ്റെ പേരുള്ളത്, നബിമാരുടെ പേരുള്ളത്, മലക്കുകളുടെ പേരുള്ളത്, അല്ലെങ്കിൽ ഇൽമ എഴുതിയ കടലാസ്, ഖുർആൻ എഴുതിയ കടലാസ് ഏതെങ്കിലും അഴുക്കുകളിൽ കൊണ്ടുപോയിടുക. ചിലപ്പോൾ ശുദ്ധിയുള്ളതായിരിക്കാം, ഏതുപോലെ ഒരാൾ തുപ്പലിൽ കൊണ്ടുപോയിട്ടു. തുപ്പലിപ്പോൾ നിരസൊന്നുമല്ല, പക്ഷെ എന്നാലും അത് മ്ലേച്ഛമാണ്. ഖുർആൻ എഴുതിയ ഒരു കടലാസ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടു അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച്, അത് നമ്മൾ ഈമാൻ്റെ കുറവാണ്. വളരെ ശ്രദ്ധിക്കണം. ഒരു ഖുർആൻ നരസിൽ വീഴുമ്പോൾ ഒതുണ്ടാവും നോക്കേണ്ട ആവശ്യമില്ല. അതോ ഖുർആനാണല്ലോ ഇത്, അപ്പോൾ അവിടെ ഒതുവിൻ്റെ പ്രശ്നമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നത്തിലാണ് ഖുർആനുള്ളത്. അപ്പോൾ അതെടുത്തവിടെ മാറ്റണം. അപ്പോൾ നരസായ ഒരു സ്ഥലത്ത് ഖുർആൻ എഴുതിയ ഒരു കടലാസ്, അല്ലെങ്കിൽ ഇൽമ എഴുതിയ ഒരു കടലാസ്, ഒരു മലക്കിൻ്റെ, നബിയുടെയോ അള്ളാഹുവിൻ്റെയോ പേരെഴുതിയ കടലാസ് എവിടെയെങ്കിലും അശണ്ടകളിൽ കൊണ്ടുപോയിടുക, വൃത്തികേടുകളിൽ കൊണ്ടുപോയിടുക, അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാവും. ഔയുലത്തിഖദാലിക, അല്ലെങ്കിൽ അത് പുരട്ടുക. ഔ മസ്ജിദൻ ബിനജസിൻ വലുമാഫുനഹു, മാപ്പ് ചെയ്യപ്പെടുന്ന നജസാണെങ്കിൽ പോലും പള്ളിയിൽ പുരട്ടുക, അത് ഹറാമാണ്. മാപ്പ് ചെയ്യുന്ന നജസാണ്, ബോധപൂർവം പള്ളിയിൽ നജസ് വെച്ച് ചെയ്യരുത്, ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. നബിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത ഒരാളെക്കുറിച്ച് നബിയാണോ എന്ന് സംശയിക്കുക, അല്ലെങ്കിൽ നിഷേധിക്കുക. ഈസാ നബി എന്ന് പറയുമ്പോൾ അങ്ങനെ നബിയൊന്നുമില്ല, ഇനി അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ് എന്ന് പറയാം. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ഔ ഫി ഇൻസാലി കിതാബിൻ കദാലിക കത്തൗറാത്തി വൽ ഇൻജീലി വസബൂരി ദാവൂദ വസ്വഹ്ബി ഇബ്രാഹിമ, അല്ലാഹു തആല മുൻഗാമികളായ പ്രവാചകന്മാർക്ക് കൊടുത്ത ഏതെങ്കിലും കിതാബുകളെ നിഷേധിക്കുക. തൗറാത്ത് അതൊക്കെ ആൾക്കാർ കച്ച കെട്ടി ഉണ്ടാക്കിയ വർത്താന. അങ്ങനെ തൗറാത്തുമില്ല, ഇൻജീലുമില്ല, സബൂറുമില്ല, ഇബ്രാഹിം നബി കേടുമില്ല. അങ്ങനെ നിഷേധിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ കാരണമാകും. ഔആയത്തൻ മിനൽ ഖുർആനി മുജ്മഅൻ അലൈഹാ കൽ മുഅവ്വിദത്തൈനി, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഇത് ഖുർആനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനത്തെ ഖുർആനാണെന്നറിയപ്പെട്ട ഒരു സൂറത്തോ ഒരു ആയത്തോ ഒരാൾ നിഷേധിച്ചു, അതൊന്നും ഖുർആനല്ല കേട്ടോ. ആര് പറഞ്ഞത് ഖുർആനാണെന്ന്? അത് ഖുർആനല്ല, ഞാൻ കേൾക്കൂല ഖുർആനാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. ഔയുങ്കിറ വുജൂബ വാജിബിൻ, വാജിബായ ഒരു കാര്യത്തെ ഒരാൾ നിഷേധിച്ചു. നിസ്കാരം നിർബന്ധമല്ല, നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു. ചേകന്തൂർ മൗലവി 3 റക്അത്തെ നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്, 3 വക്ത്. അദ്ദേഹം ആ വാദത്തോടുകൂടെ കാഫിറായി. അതുപോലെ ഔ നദബ മൻദൂബിൻ, സുന്നത്തായ ഒരു കാര്യത്തിൻ്റെ സുന്നത്തിനെ നിഷേധിച്ചു. സുന്നത്തായ കാര്യം പള്ളിയിൽ തഹയ്യത്ത് നിസ്കരിക്കൽ. അപ്പം പറഞ്ഞു എന്ത് സുന്നത്ത്, അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി, അങ്ങനെ ഒരു സുന്നത്തൊന്നുമില്ല. സുന്നത്തായ ഒരു കാര്യത്തെ നിഷേധിച്ചു. ഔ തഹരീമ ഹറാമിൻ, അല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യത്തിൻ്റെ നിഷേധത്തെ ഒരാൾ നിഷേധിച്ചു. കള്ളു കുടിക്കൽ ഹറാമാന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞതൊക്കെ? അങ്ങനെ ഔ തഹലീല ഹലാലിൻ ഉജ്മിഅ അലൈഹ, ഉറപ്പാണ് ഹലാലാണെന്ന കാര്യത്തിൽ എല്ലാവർക്കും തർക്കമില്ലാതെ തുടരുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ ഹലാലിനെ നിഷേധിച്ചു. വലിമ മിനദ്ദീനി ദറൂറത്തൻ, ദീനിൽ അത് പരസ്യമായി അറിയപ്പെട്ട വിഷയവുമാണ്. ഏതുപോലെയൊക്കെ റക്അത്തുൻ മിൻ ഇഹ്ദൽ മക്തൂബാത്തി, ഫർദ് നിസ്കാരത്തിൽ നിന്നുള്ള ഒരു റക്അത്തിനെ ഒരാൾ നിഷേധിച്ചു. മഗ്രിബ് നിസ്കാരം 2 ഉള്ളൂ, ദുഹർ നിസ്കാരം 3 ഉള്ളൂ. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. അതുപോലെ സൗമ്യ റമദാന്, റമദാൻ മാസത്തിലെ നോമ്പ് നിഷേധിച്ചു. എന്ത് നോമ്പ്? ആര് പറഞ്ഞു നോമ്പ്? വക്കറവാത്തിബി, സുന്നത്ത് നിസ്കാരങ്ങൾ നിഷേധിച്ചു. ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയാം. അതിനെ ഒരാൾ നിഷേധിച്ചു. വസലാത്തുൽ ഈദി, പെരുന്നാൾ നിസ്കാരം നിഷേധിച്ചു. വകശുറുബിൽ ഖംറി, കള്ളുകുടിയെ നിഷേധിച്ചു. കള്ളുകുടിക്കൽ ഹറാമൊന്നുമല്ല, അതൊക്കെ മുസ്ലിയാക്കന്മാർ പറഞ്ഞുണ്ടാക്കിയതാ, അല്ല അള്ളാഹുവിൻ്റെ ദീനിൽ അങ്ങനെ നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കള്ളുകുടി, ഹറാമായ കള്ളുകുടിയെ ഒരാൾ നിഷേധിച്ചു. വസ്സിന, സിനയെ നിഷേധിച്ചു. വല്ലിവാത്തി, ഗുദബോധത്തെ നിഷേധിച്ചു. വവത്ഇൽ ഹൈലി, ഹൈലുകാരിയെ സംസർഗം ചെയ്യൽ ഹറാമാണ്. ആര് പറഞ്ഞത്? അതിനെ നിഷേധിച്ചു, ഹറാമായ കാര്യത്തെ. വൈദായി മുസ്ലിമിൻ, അതുപോലെ മുസ്ലിമിനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കുക. എന്നിട്ടോ
അത് തെറ്റല്ല എന്നാണ് പറയുന്നത്. വാഖിദി മഖ്സിൻ, ചുങ്കം മേടിക്കുക, അതിനെ നിഷേധിച്ചു. വരിബ, പലിശയെ നിഷേധിച്ചു. വരിശുവത്തിൻ, അതുപോലെ കൈക്കൂലിയെ നിഷേധിച്ചു. വസലാത്തിൻ ബിലാ വുളൂഇൻ, വുളൂ ഇല്ലാതെ നിസ്കരിക്കുക, ഇസ്ലാമിൽ നിന്ന് പുറത്താകും. വുളൂ ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. അതുപോലെ വക്കൽ ബൈഇ വന്നിക്കാഹി, ബൈഇ, നിക്കാഹ് പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഹലാലായ കാര്യങ്ങളാണല്ലോ, അതിനെ നിഷേധിച്ചു. ഔ യുൻകിറ ഇജാദൽ ഖുർആൻ, അല്ലെങ്കിൽ ഖുർആനിന്റെ അമാനുഷികതയെ നിഷേധിക്കുക. ഖുർആനിന്റെ അമാനുഷികതയാണ് നബിതങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ലോകത്തെല്ലാ പ്രവാചകന്മാർക്കും ഒരുപാട് മുഅ്ജിസത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മുഅ്ജിസത്തൊന്നും ഇപ്പം മുഅ്ജിസത്തല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി ഇപ്പോഴുണ്ട്. പക്ഷെ അതിട്ടാ വടി പാമ്പാകുമോ? ഇല്ല. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം വന്ന പാറ ഇപ്പോഴും ഉണ്ട്. ഇനിയൊരു ഒട്ടകം എന്ന് വരുമോ? ഇല്ല. ആ മുഅ്ജിസത്ത് കഴിഞ്ഞുപോയി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്താണ് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിൽ ഇപ്പോഴും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്. ഈ ഖുർആനിന് സമാനമായ ഒരു ഗ്രന്ഥം പോട്ടെ, ഒരു ചെറിയ ഇന്ന ആയത്തൊയിനാക്കൽ കൗസർ എന്ന് പറയുന്ന ചെറിയ സൂറത്തുണ്ടല്ലോ, അതുപോലത്തെ ഒരു 3 ആയത്തുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? ഇത് അറബി അറിയാത്തോണ്ടാ. ഖുർആന് വേണ്ടിയിട്ട് ഖുർആന് പോലെ ഗ്രന്ഥം എഴുതാൻ നോക്കിയ ആളുകളുണ്ടായിരുന്നു. അൽഫീൽ മൽഫീൽ ലഹു ദനബുൻ തവീൽ, ഒരാൾ സൂറത്ത് ഉണ്ടാക്കിയതാണ്. അൽഫീലു മൽഫീൽ, ആന. എന്താണ് ആന എന്ന് ഞങ്ങൾ വിചാരിച്ചത്? ലഹു ദനബുൻ തവീൽ, അതിന് വലിയ വാലുണ്ട്. വലിയ വാല, ചെറിയ വാലല്ല. ഓ, ഞാനത് സജ് ഒപ്പിച്ചുകൊണ്ട് അതിൻ്റെ വരി ഒപ്പിച്ചുണ്ടാക്കിയതാണ്. ആശയം മനസ്സിലാക്കിയില്ല, ഫ്ലോപ്പായി. അതിനോട് മത്സരിക്കാൻ ലോകത്ത് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞുകൊണ്ടുവരുന്നത് ഖുർആനിന്റെ അമാനുഷികതയാണ് ലോകത്തെ ഏറ്റവും. അല്ലാഹു തആല മുൻകാലത്ത് കഴിഞ്ഞ എല്ലാ അമ്പിയാക്കളുടെ മുഅ്ജിസത്തും കറാമത്തായി ഔലിയാക്കൾക്ക് കൊടുക്കാനാണ്. പക്ഷേ അവിടെ ഒരു ഇസ്തിത്നയുണ്ട്. മാറ്റി നിർത്തപ്പെട്ട ഒറ്റ മുഅ്ജിസത്താണ് ഇല്ലൽ ഖുർആൻ. ഖുർആൻ പോലെ ഒരു വലിയനും അല്ലാഹു തആല നൽകൂല. ഏത് മനുഷ്യൻ മരിച്ചാൽ അതിനെ ജീവിപ്പിക്കുക എന്ന് പറയുന്ന വലിയ മുഅ്ജിസത്താണ് ഈസാ നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. ആ മുഅ്ജിസത്ത് ഒരു വലിയന് കൊടുക്കാം. ഉദ്ദേശിച്ചത് കോഴി എണീപ്പിച്ച കഥയൊക്കെ നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്താണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ അമാനുഷികതയാണ് അതിലേറ്റവും വലിയ മുഅ്ജിസത്ത്. അറബികൾക്കാണ് ഖുർആൻ ഇറങ്ങിയത്. പക്ഷെ എന്നിട്ടും ആ ഖുർആനിനോട് സമാനമായ ഒരു ചെറിയ സൂറത്തെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു ഇല്ല. ഇന്നും ഖുർആനിനെ വിമർശിക്കുന്ന ഇടമറകിൻ്റെ തൊഴിലാളികളായ ആളുകളോടുണ്ട്. സനലിടമറകുണ്ട്, നിരീശ്വരവാദികൾ എമ്പാടുണ്ട്. ഇസ്ലാമിനെ കുറ്റം പറയും, ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ പൊലിപ്പിക്കുക എന്നല്ലാതെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള എത്രയോ പ്രവചനങ്ങൾ, ഭവിഷ്യൽ പ്രവചനങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അമാനുഷികതയാണ്. കുറെ പറയാനുണ്ട്, നമ്മൾ നിർത്തുക. ഔ സുഹബത്ത് അബീ ബക്കറിൻ, റസൂലുള്ളാഹി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സുഹബത്തിനെ, സഹാബിയല്ല എന്ന് പറഞ്ഞു ഒരാൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സഹാബിയല്ല. ഷിയ വിശ്വാസക്കാരിൽ ഒരു വിഭാഗം കാഫിരീങ്ങളാണ്. ഗൾഫിൽ പോയ ആളുകൾക്കറിയാം, ഷിയാക്കാർ പല ഗ്രൂപ്പുണ്ട്, ഒരുപാട് ഗ്രൂപ്പുണ്ട് ഷിയാക്കാർ. വിശുദ്ധമായ കാബാലയത്തെ പോലെ ഒരു കാബയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ഷിയാക്കാരിൽ. അവർക്ക് പ്രത്യേകമായ ബുഖാരി, പ്രത്യേകമായ ഖുർആൻ, പ്രത്യേകമായ എല്ലാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹബത്തിനെ ചോദ്യം ചെയ്യുന്ന ഷിയാക്കാരുണ്ട്, ഒരു കാഫിരീങ്ങളാണ്. അവരുടെ വിശ്വാസം ആദ്യം ഖലീഫയാകേണ്ടത് അലി ഇബ്നു അബീ ത്വാലിബ് ആയിരുന്നു. അല്ല, റസൂൽ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കേണ്ട നുബുവത്ത് യഥാർത്ഥത്തിൽ നൽകേണ്ടത് അലിയാർക്കായിരുന്നു. ജിബ്രീലിന് പഴിച്ചുപോയില്ല. അത് അലിയാർക്ക് കൊടുക്കേണ്ടത് മുഹമ്മദിനെ പുകഴ്ത്തി എന്നാണ് മുമ്പരവാദം, കൊലവാദം.
അവർ കാഫിരീങ്ങളാണ്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബി അല്ല, അലിയാരോടൊന്നുള്ള സ്നേഹം മൂത്തിട്ട് സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ചിടത്തോളം പറയും സ്വഹാബിയൊന്നും അല്ല എന്ന് പറയുന്നവരുണ്ട്. അവരും കാഫിരീങ്ങളാണ്. അവിൽ ബഅസ, അല്ലെങ്കിൽ ഒരാൾ പുനർജന്മത്തെ നിഷേധിച്ചു. ഈ ഒരു ലോകം തന്നെ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, ഇങ്ങനൊരു മഹ്ശറയൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിൽ ജന്നത്ത, അല്ലെങ്കിൽ സ്വർഗത്തെ നിഷേധിച്ചു. അവിന്നാറാം നരകത്തെ നിഷേധിച്ചു. നബി എന്നൊരു നബിയെ കളവാക്കി. ഔ യസ്തഖിഫ ബിഹി, അല്ലെങ്കിൽ ഒരു നബിയെ നിസ്സാരമാക്കി. ഔ ബി മലക്കിൻ, അല്ലെങ്കിൽ ഒരു മലക്കിനെ നിസ്സാരമാക്കി. ഔ യസുബ്ബുഹുമാ വലൗ തഅരീലൻ, സൂചനാപരമായിട്ടെങ്കിലും അവരെ വഴക്ക് പറഞ്ഞു, ചീത്ത പറഞ്ഞു. ഔ യക്ദിബ ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലെങ്കിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പുരാതി പറഞ്ഞു, വിചാരോപണം നടത്തി. ഔ യദ്ദഇ നബുവ, അല്ലെങ്കിൽ ഞാൻ നബിയാണെന്ന് വാദിച്ചു. ഔ യുസദ്ദിഖ മുദ്ദഇഹാ, അല്ലെങ്കിൽ അത് വാദിക്കുന്ന ആളെ അംഗീകരിച്ചു, ഇസ്ലാമെന്ന് പുറത്താവും. ഒരാൾ കുഫർ കൊണ്ട് ഇഷ്ടപ്പെട്ടു, ഏതുപോലെ കൈക്കറാഹി മുസ്ലിമിൻ അലൈ, നീ കാഫിറാവട എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിർബന്ധിപ്പിച്ചു. കാഫിറാകാൻ മറ്റൊരാളോട് നിർബന്ധിപ്പിക്കുമ്പോൾ അവൻ അപ്പം തന്നെ കാഫിറായി. ഔ ഇശാറത്ത് അലൈഹി ബി, അല്ലെങ്കിൽ കുഫർ കൊണ്ട് അവന്റെ മേലിൽ ഇശാറത്താക്കി. ഔ ഇശാറത്ത് അലാ കാഫിരിൻ ബി അല്ലാ യുസ്ലിമ, അല്ലെങ്കിൽ ഒരു മുസ്ലിം കാഫിറായ ആൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നപ്പോൾ അവനോട് പറഞ്ഞു മുസ്ലിം ആകണ്ടായിരുന്നു. ഈ മുസ്ലിമായിട്ട് എന്താ കാര്യം? ഒരുപാട് മുസ്ലിങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്, അവരെ കൊണ്ട് ഇടങ്ങേറാവുക, ഇപ്പം മുസ്ലിമൊന്നും ആവണ്ടായിരുന്നു. നമ്മൾ കാഫിറായി. അവനോട് മുശാവറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, എന്നിരിക്കെ തന്നെ അവൻ അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചൊല്ലിത്തരൂല, എന്ന് മുസ്ലിമായിട്ട് കാര്യമില്ല, എനിക്ക് ചൊല്ലിത്തരൂല. അവൻ്റെ ഇസ്ലാമിനെ നിഷേധിച്ച ഇവൻ കാഫിറായി, അപ്പം തന്നെ കാഫിറായി. എനിക്ക് ഇസ്ലാം കലിമത്ത് ഷഹാദത്ത് ചൊല്ലിത്തരുമോ എന്ന് ചോദിച്ചവൻ പറഞ്ഞു കുറച്ചേരം നിൽക്ക്, ഞാൻ ഏതായാലും പോയിട്ട് വരട്ടെ, എന്നിട്ട് ചൊല്ലിത്തരാം. ചെയ്യരുത്, അപ്പം ചൊല്ലിക്കൊടുക്കണം. അത് കിട്ടിയ ഒരു ചാൻസാണോ, എങ്ങനെയോ ജീവിക്കട്ടെ, അത് വേറെ കാര്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ അടിയുറക്കം വിശ്വസിച്ചു പോയി. കർമ്മ കൊണ്ടൊക്കെ മോശമാണ്, എന്നാലും അവന് സ്വർഗം കിട്ടും ഒരു കാലത്ത്, സംശയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരാളുടെ മനസ്സിലുണ്ട്. അയാൾ ചിലപ്പോൾ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നേരത്തെ സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ അള്ളാഹു തആല അയാൾക്ക് ശിക്ഷ കൊടുത്തിട്ട് അവസാനം ആ പ്യൂരിറ്റിയുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് ഒരു നാൾ അയാൾ സ്വർഗത്തിൽ പോകും, ഒരു സംശയമില്ല. അതുകൊണ്ട് ഓഞ്ഞിപ്പോൾ അങ്ങനെ മുസ്ലിമായി ജീവിക്കണമെന്ന് വിചാരിക്കണ്ട. എനിക്ക് മുസ്ലിം ആകണമെന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുക്കന്നെ, ബാക്കിയൊക്കെ ആളല്ല. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് നാളെയോ മറ്റൊരു ദിവസത്തിലോ പറയാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, അള്ളാഹുവേ, ഞങ്ങളുടെ ഈമാൻ നീ സംരക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളുടെ ഈമാൻ ഹിദായത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അറിഞ്ഞോ അറിയാതെയോ യുദ്ധത്തിൻ്റെ വല്ല വാക്കോ പ്രവൃത്തിയോ വല്ല ഇശാറത്തോ ഞങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പൂർണ്ണമായ ഈമാൻ നൽകണേ റഹ്മാനെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ എല്ലാവരെയും നിന്റെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.